നമ്മൾ നോക്കുമ്പോഴേ ഈ ലോകത്ത് ഒത്തിരി ആഘോഷങ്ങൾ ഉണ്ടല്ലേ. ഓരോ ദിവസവും ഓരോരോ വിശേഷാൽ ദിവസങ്ങളാണ്, ഓരോരോ ആഘോഷങ്ങളൊക്കെയാണ്. പക്ഷേ ഇത്രയും ആഘോഷങ്ങളുള്ള ഒക്കെ ഉള്ളപ്പോഴും ലോകത്തിനുള്ള ഈ ഏറ്റവും വിശിഷ്ട സ്ഥാനം അത് വിഷുവിനാണ്. കാരണം ലോകം ചുട്ടുപൊള്ളുമ്പോഴും എങ്ങനെ നന്മയുടെ കണി കാണാം എന്ന് പഠിപ്പിക്കുകയാണ് മേടവിഷു. വാടാതെയുണ്ടെന്നുള്ളിൽ പണ്ടുകാലത്തിൻ നീണ്ട ചൂടാണ്ട മാസങ്ങളിൽ പൂവിട്ടൊരുല്ലാസങ്ങൾ. ചൂടാണ്ട മാസങ്ങളിൽ പൂവിടുന്ന ഉല്ലാസത്തിന്റെ പേരാണ് വിഷു. വൈലോപ്പിള്ളയ്ക്കു മാത്രമല്ല, മുഴുവൻ മലയാളികൾക്കും അങ്ങനെയാണ്. കത്തിക്കാളും വെയിലിൽ ലോകമിങ്ങനെ ആഘോഷിക്കുന്നത് കേരളത്തിലല്ലാതെ വേറെ എവിടെയാണ്? വേനലിൽ മാത്രം പൂവിടുന്ന കൊന്നയെന്ന വൃക്ഷവും വേറെവിടെയുണ്ട്? വേനൽക്കാലത്തിനായി സുലഭമായി ചക്കയും മാങ്ങയും വെള്ളരിയും കായ്ക്കുന്ന നാടും വേറെ ഏതുണ്ട്? വിഷു അതുകൊണ്ട് തന്നെ മലയാളി ലോകത്തിനായി ഒരുക്കുന്ന കാലാവസ്ഥാ ഉത്സവമാണ്. നല്ലോണം കണ്ടോളൂ, നല്ലതു തന്നെ വരുമല്ലോ എന്ന സുഗതകുമാരിയുടെ ആശംസയിൽ ശുഭാപ്തി വിശ്വാസമുണ്ട്, ഭക്തിയുണ്ട്, ഉത്സവത്തിമിർപ്പുമുണ്ട്. വിഷുക്കാലം എത്തിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞാൻ ഞെട്ടിത്തരിക്കും എന്നാണ് അയ്യപ്പ പണിക്കർ എഴുതിയത്. വിഷുക്കാലത്ത് പൂക്കാതിരിക്കാനാവാത്ത കൊന്നയുടെ വരിയാണ് പ്രശസ്തമായതെങ്കിലും കവിത്വം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ വരികളിൽ. ഇന്നു കരുതുന്നത് പോലെ വിഷു അയ്യപ്പ പണിക്കർക്ക് ഒരു ദിവസമല്ല, ഒരു കാലമാണ്. വെയിലു കത്തിക്കാളുന്ന മീനം പകുതി മുതൽ മേടം പകുതി വരെ പണ്ടു വിഷുവായിരുന്നു. അപ്പോൾ ഞരമ്പിന്റെ ഉള്ളിൽ തിരക്കാണെന്ന് കവി പറയുന്നത് വികാരങ്ങളുടെ വേലിയേറ്റങ്ങളെക്കുറിച്ചാണ്. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി എന്നെഴുതിയത് ഭക്തരിൽ ഭക്തനായ പൂന്താനമാണ്. എന്നാൽ ഭക്തരല്ലാത്തവരും ഭക്തർക്കായി വരികൾ എഴുതി പോകുന്ന സമയമാണ് വിഷുക്കാലം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം എന്നെഴുതിയത് യുക്തിവാദിയായിരുന്ന വയലാർ രാമവർമ്മയാണ്. മലയാളിക്ക് വിഷുവും ഗുരുവായൂരപ്പനും ചേർന്ന ഇതിലും നല്ലൊരു ഗാനം വേറെ കിട്ടിയിട്ടില്ല. കൂട്ടുകാരോടും കൂടി പാഞ്ഞെത്തിപ്പെറുക്കുന്ന നാട്ടുമാമ്പഴങ്ങൾ തൻ ഭിന്ന ഭിന്നമാം സ്വാദും വയലിൻ കച്ചിപ്പുകമണവും സ്വർഗത്തിലേക്കുയരുന്ന വെൺമുത്തപ്പത്താടിതൻ ചാഞ്ചാട്ടവും ഇന്നു കിട്ടാനില്ലെങ്കിലും തേക്കുകാരുടെ പാട്ടും അമ്മമാരുടെ നേരം പോക്കുകളും പഴയതുപോലെ ഇല്ലെങ്കിലും ഇവിടെ ശേഷിക്കുന്ന കണിക്കൊന്നകൾക്കൊന്നും പൂക്കാതിരിക്കാനാവില്ല. ഇത് മേടസംക്രമകാലമാണ്. ചുട്ടുപൊള്ളുമ്പോൾ എങ്ങനെയൊക്കെ ഉന്നതമായി ജീവിക്കാമെന്ന് മലയാളി ലോകത്തെ പഠിപ്പിക്കുകയാണ്. കൾച്ചറൽ ഡെസ്ക്, ന്യൂസ് മലയാളം.